ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള സ്പോർട്സ് ആണ്. നമുക്കറിയാം നമ്മുടെ SSC എക്സാംസ് എടുത്താലും റെയിൽവേ എക്സാംസ് എടുത്താലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് സ്പോർട്സ് 2025 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇനി നിങ്ങൾ SSCന്റെ അണ്ടറിലാണെങ്കിലും റെയിൽവേന്റെ അണ്ടറിലാണെങ്കിലും എഴുതാൻ പോകുന്ന പല എക്സാമുകളിലും കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇപ്പം SSC കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ CGL എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം GKന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ മാറി തുടങ്ങിയിരിക്കുന്നു അല്ലെ. സോ ക്വസ്റ്റ്യൻസ് മാറുമ്പോൾ മാറിയ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ പഠിക്കുന്ന രീതിയും പഠിക്കുന്ന കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എല്ലാവിധ അപ്ഡേഷനോട് കൂടിയും നമ്മൾ ആരംഭിക്കുന്ന നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. 500+ hours ഓഫ് ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 2 hours ആണ് ഡെയിലി ക്ലാസ്സുകൾ വരുന്നത്. 6 days ആണ് വീക്ക്ലി ക്ലാസ് വരുന്നത്. 5,999 ആണ് ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ 25-ാം തീയതി അല്ല 29-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മാക്സിമം ഫ്രണ്ട്സിന് നമ്മുടെ SSC CGL അല്ലെങ്കിൽ SSCന്റെ അണ്ടറിൽ വരുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഒറ്റ ബാച്ചാണ് SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. 2026ലേക്കുള്ള SSC എക്സാമുകൾക്ക് നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ടുള്ള റിവിഷനോട് കൂടി കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. സോ മാത്സ് ഒക്കെ ഇപ്രാവശ്യത്തെ എക്സാം നോക്കുകയാണെങ്കിൽ മാത്സും റീസണിങ്ങും ഈസി ആയിരുന്നു അല്ലെ. എല്ലാ ആസ്പിറൻസും അത് ഈസി ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിൽ എത്രയോ പ്രാക്ടീസും വർക്കൗട്ടും ഉണ്ട് അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് സാധ്യമാക്കാനാണ്, എല്ലാ സബ്ജക്റ്റുകളും ഏറ്റവും പക്കയായിട്ടുള്ള രീതിയിൽ പഠിക്കാനാണ് നമ്മുടെ SSC റെഗുലർ ബാച്ച് ഉള്ളത്. സോ ജോയിൻ ചെയ്യുക നമ്മുടെ SSC റെഗുലർ ബാച്ചിലേക്ക്. കൂടാതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പോൾസും ക്വിസും നമ്മുടെ യൂട്യൂബ് സെഷന്റെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ഈ ഗ്രൂപ്പിൽ അവൈലബിൾ ആവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വേഗം തന്നെ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസിലേക്ക് പോകാം. നമ്മുടെ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസിൽ ഫസ്റ്റ് വൺ ആണ് US ഓപ്പൺ എന്ന് പറയുന്നത്. US ഓപ്പണിൽ നമ്മൾ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് പഠിക്കുമ്പോൾ മെൻ സിംഗിൾസ് ആൻഡ് വുമൻ സിംഗിൾസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സോ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ US ഓപ്പൺ മെൻ സിംഗിൾസ് വിന്നർ ആണ് കാർലസ് അൽക്കാരസ് ആണ് വിന്നർ. വുമൻ സിംഗിൾസ് ആര്യന സാബലൻക ആണ് വിന്നർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗെയിൻ വിംബിൾഡൺ 2025 ആണെങ്കിലും ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 ആണെങ്കിലും ആക്ച്വലി ഇപ്രാവശ്യം മെൻ സിംഗിൾസ് പഠിക്കാൻ നമുക്ക് ഈസിയാണ്. US ഓപ്പൺ ആണെങ്കിലും ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും കാർലസ് അൽക്കാരസ് ആണ് വിന്നർ. ഓക്കെ, നെക്സ്റ്റ് US ഓപ്പൺ ആണെങ്കിലും ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും കാർലസ് അൽക്കാരസ് വിന്നർ. വിംബിൾഡൺ ആണെങ്കിലും ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെങ്കിലും ജെനിക് സിന്നർ ആണ് വിന്നർ വരുന്നത്. വുമൺ സിംഗിൾസിലേക്ക് പോവുകയാണെങ്കിൽ ആര്യന സാബലൻക, എല്ലാവരും ഡിഫറെന്റ് ആണ് കേട്ടോ. ആര്യന സാബലൻക US ഓപ്പൺ വുമൺ സിംഗിൾ വിന്നർ ആണ്. ഇഗ സ്വൈറ്റക് ആണ് പോളണ്ടിന്റെ പ്ലെയർ ആയിട്ടുള്ള ഇഗ സ്വൈറ്റക് ആണ് എന്തെന്ന് പറയുന്നത് വിംബിൾഡൺ 2025 വിന്നർ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയുടെ മാഡിസൺ കീസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിൽ കോക്കോ ഗഫ്. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലാലോചിക്കുക, US ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ കാർലസ് അൽക്കാരസ്, വിംബിൾഡൺ ഓസ്ട്രേലിയൻ ഓപ്പൺ ജെനിക് സിന്നർ, US ഓപ്പൺ ആര്യന സാബലൻക, വിംബിൾഡൺ ഇഗ സ്വൈറ്റക്, ഓസ്ട്രേലിയൻ ഓപ്പൺ മാഡിസൺ കീസ്, ഫ്രഞ്ച് ഓപ്പൺ കോക്കോ ഗഫ്. ഓക്കെ, റെഡി. നെക്സ്റ്റ് നമുക്ക് അടുത്ത ദിവ്യ ദേശ്മുഖ് നമ്മള് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് ബത്താമി ജോർജിയയിലാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിവ്യ ദേശ്മുഖ് ഫ്രം നാഗ്പൂർ മഹാരാഷ്ട്രയാണ് ഫിഡെ 2025 വുമൻസ് ചെസ് വേൾഡ് കപ്പ് വിന്നർ ആയിരുന്നത്. ഇതിനു മുന്നിലത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന കൊനേരു ഹംപിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് വിന്നർ നമ്മുടെ ദിവ്യ ദേശ്മുഖ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 ഇന്ത്യക്ക് 20th റാങ്ക് ആണ് ലഭിച്ചിരിക്കുന്നത്. 12 മെഡലുകളാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. ഇതില്
2 ഗോൾഡ്, 5 സിൽവർ, 5 ബ്രോൺസ് മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത്. മെഡൽ ടാലിയിൽ 34 ഗോൾഡുകളുമായി ജപ്പാനാണ് ഫസ്റ്റ്. നെക്സ്റ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന 30 ഗോൾഡുമായി റിപ്പബ്ലിക് ഓഫ് ചൈന സെക്കൻഡ് ആണ്. 28 ഗോൾഡുമായി USA തേർഡ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. സോ ജപ്പാൻ, ചൈന ആൻഡ് USA ആണ് ഫസ്റ്റ് 3 പൊസിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് 12 മെഡൽസുമായി ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ്? 20th പൊസിഷനിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് 2025 IIHF വുമൺസ് ഏഷ്യ കപ്പ് ഇന്റർനാഷണൽ ഐസ് ഹോക്കി ഫെഡറേഷൻ കണ്ടക്ട് ചെയ്യുന്ന വുമൺസ് ഏഷ്യ കപ്പ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ കണ്ടക്ട് ചെയ്യുന്ന IIHF വുമൺസ് ഏഷ്യ കപ്പില് ഫിലിപ്പീൻസ് ആണ് ഫസ്റ്റ് വന്നത്. സെക്കൻഡ് പൊസിഷൻ ഇറാൻ ആണ്. തേർഡ് പൊസിഷൻ ഗോസ് ടു ഇന്ത്യ. ഓക്കെ, എവിടെയാണ് ഈ ടൂർണമെന്റ് നടന്നത് എന്ന എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. അലൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE-യിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ലാർജ് പാരാ അത്ലറ്റിക് ഇവന്റ് ആണ്, അല്ലെങ്കിൽ പാരാ സ്പോർട്ട് ഇവന്റ് ആണ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഏകദേശം സെപ്റ്റംബർ ടു ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ മെസ്കോട്ട് ആണ് വിരാജ് എന്ന് പറയുന്നത്. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ മെസ്കോട്ടിന്റെ പേരാണ് വിരാജ് എന്ന് പറയുന്നത്. ഏകദേശം 186 മെഡൽ ഇവന്റ്സ് ആണ് ടോട്ടൽ നടക്കുന്നത്. ഇതിൽ 101 മെൻസ് ഇവന്റ്സും 84 വുമൺസ് ഇവന്റ്സും ഒരെണ്ണം മിക്സ്ഡ് ഇവന്റുമാണ് നടക്കാനായിട്ട് പോകുന്നത്. സോ 12th എഡിഷൻ ആണ് ഇതെന്ന് പറയുന്നത്. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 12th എഡിഷൻ ആണ്. ഏകദേശം ന്യൂഡൽഹിയിലാണ് ഇത് നടക്കാനായിട്ട് പോകുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് ഏകദേശം 1000-ഓളം അത്ലറ്റ്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മത്സരം കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നോർവേ ചെസ് 2025 ടൂർണമെന്റ് ഓപ്പൺ സെഷൻ വിന്നർ മാഗ്നസ് കാൾസൺ ഓഫ് നോർവേ ആണ് വിന്നർ എന്ന് പറയുന്നത്. ഫാബിനോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് സെക്കൻഡ് പ്രൈസ്. ഗുഗേഷ് ദൊമ്മരാജു ആണ് തേർഡ് പൊസിഷൻ വരുന്നത്. ഹോക്കി ഇന്ത്യ മാസ്റ്റർ കപ്പ് 2025 ഹോക്കി ഇന്ത്യ മാസ്റ്റർ കപ്പ് 2025 നടന്നത് എവിടെയാണ്? ചെന്നൈയിലാണ് ഹോക്കി ഇന്ത്യ മാസ്റ്റർ കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹോക്കി യൂണിറ്റ് ഓഫ് തമിഴ്നാടാണ് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഹോക്കി യൂണിറ്റ് ഓഫ് തമിഴ്നാടാണ് ഹോക്കി മഹാരാഷ്ട്രനെ തോൽപ്പിച്ചുകൊണ്ട് വിന്നർ ആയിരിക്കുന്നത്. വുമൻസ് കാറ്റഗറിയില് ഒഡീഷയാണ് വിന്നർ എന്ന് പറയുന്നത്. ഹോക്കി പഞ്ചാബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹോക്കി ഒഡീഷയാണ് വുമൻസ് കാറ്റഗറിയിലെ വിന്നർ എന്ന് പറയുന്നത്. വുമൻസ് കാറ്റഗറിയിൽ ഹോക്കി ഒഡീഷയാണ് വിന്നർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരാണ് വിന്നർ? സൗത്ത് ആഫ്രിക്കയാണ് വിന്നർ ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. സൗത്ത് ആഫ്രിക്കയാണ് വിന്നർ ആയിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 5 വിക്കറ്റിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയാണ് വിന്നർ ആയിട്ടുണ്ടായിരുന്നത്. 2021 വിന്നർ ന്യൂസിലൻഡ് ആണ്. 2023 ഓസ്ട്രേലിയ, 2025 സൗത്ത് ആഫ്രിക്ക. ഇതിൽ മോസ്റ്റ് റൺസ് എടുത്തിരിക്കുന്ന ആരാണ്? ജോയ് റൂട്ട്. മോസ്റ്റ് വിക്കറ്റ്സ് പാറ്റ് ക്യൂമിൻസ് ആണ്. ഓസ്ട്രേലിയയുടെ പാറ്റ് ക്യൂമിൻസ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ലണ്ടനിലാണ് ഈ മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. സോ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 വിന്നർ ആണ് സൗത്ത് ആഫ്രിക്ക. നെക്സ്റ്റ് IPL 2025 ടൈറ്റിൽ 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 18ാമത്തെ വർഷമാണ് RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വിന്നർ ആയിരിക്കുന്നത്. റണ്ണേഴ്സ് അപ്പ് പഞ്ചാബ് കിങ് ആണ്. പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് 18 വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 18th എഡിഷൻ ആണ്. ടോട്ടൽ 74 മാച്ചസ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഫൈനൽ മാച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2 ടീമുകളുടെയും ക്യാപ്റ്റനെയും നോക്കി വെക്കുക. രജത് പത്തിദാർ ആൻഡ് റണ്ണേഴ്സ് അപ്പിന്റെ ക്യാപ്റ്റൻ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. നെക്സ്റ്റ് IPL നമുക്കറിയാം മോസ്റ്റ് റൺസ്, മോസ്റ്റ് വിക്കറ്റ്സ്, എമർജിംഗ് പ്ലെയർ, മോസ്റ്റ് സിക്സസ്, അതായത് പേർപ്പിൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് വിക്കറ്റ് നേടിയിട്ടുള്ള ആൾക്കാണ് പേർപ്പിൾ ക്യാപ്പ് കൊടുക്കുന്നത്. ഓറഞ്ച് ക്യാപ്പ് മോസ്റ്റ് റൺസ് എടുത്തിട്ടുള്ള ആൾക്കാണ്.
സോ IPL-മായി റിലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗെയിംസ് ആണ് ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിമിന്റെ ഹോസ്റ്റ് സ്റ്റേറ്റ് ആണ് ബീഹാർ എന്ന് പറയുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം പാട്ന, രാജ്ഗീർ, ബിയ, ബഗലാപൂർ ആൻഡ് ബെഗുസാരൈ കൂടാതെ നമുക്കറിയാം ബീഹാറിലും ന്യൂഡൽഹിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ബീഹാറിലും ന്യൂഡൽഹിയിലുമായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് കുറെ ഇവന്റുകൾ ബീഹാറിൽ തന്നെയാണ് നടന്നത്. പക്ഷെ സൈക്ലിംഗ്, ജിംനാസ്റ്റിക്സ് പോലെയുള്ള ഇവന്റ്സ് നടന്നത് ന്യൂഡൽഹിയിലാണ്. പ്രൈം മിനിസ്റ്റർ മോദിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. മെസ്കോട്ടിന്റെ പേരാണ് ഗജസിംഹ. അതായത് എലിഫന്റിന്റെയും ലയണിന്റെയും കോമ്പിനേഷൻ ആണ് ഗജസിംഹ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി മെഡൽ ടാലി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. സെക്കൻഡ് പൊസിഷനിലേക്ക് ഹരിയാന, തേർഡ് പൊസിഷൻ രാജസ്ഥാൻ. ഹോസ്റ്റ് ആയിട്ടുള്ള ബീഹാറിന് 15ാമത്തെ പൊസിഷനാണ് കിട്ടിയിട്ടുള്ളത്. സോ മഹാരാഷ്ട്ര, ഹരിയാന, രാജസ്ഥാൻ. മഹാരാഷ്ട്രയ്ക്ക് ടോട്ടൽ 158 മെഡലാണ്. 53 ബ്രോൺസ്, 47 സിൽവർ, 58 ഗോൾഡ്. ഹരിയാനയ്ക്ക് ടോട്ടൽ 117 മെഡലാണ്. ഇതിൽ 51 ബ്രോൺസ്, 27 സിൽവർ, 39 ഗോൾഡ്. രാജസ്ഥാന് ടോട്ടൽ 60 മെഡലാണ്. ഇതിൽ 24 ബ്രോൺസ്, 12 സിൽവർ, 24 ഗോൾഡ് ആണ് ലഭിച്ചിരിക്കുന്നത്. റെഡി. നെക്സ്റ്റ് ഖേലോ ഇന്ത്യ പാരാ ഗെയിം. ഖേലോ ഇന്ത്യ പാരാ ഗെയിമിന്റെ ഹോസ്റ്റ് വരുന്നത് ഡൽഹിയാണ്. മസ്കോട്ടിന്റെ പേരാണ് ഉജ്വല. അപ്പൊ എപ്പോഴും ഈ പാരാ ഗെയിം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഹരിയാനയ്ക്ക് ഒരു മുൻതൂക്കം ഉണ്ട്. ഫസ്റ്റ് പൊസിഷൻ ഗോസ് ടു ഹരിയാന, സെക്കൻഡ് പൊസിഷൻ തമിഴ്നാടുവിനും, തേർഡ് പൊസിഷൻ ഉത്തർപ്രദേശിനുമാണ് വന്നിരിക്കുന്നത്. മെഡലുകളുടെ എണ്ണം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റുകളിലെല്ലാം തന്നെ. സോ അത് നോക്കി വെക്കണം. നെക്സ്റ്റ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിം. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിമിന്റെ ലാസ്റ്റ് ഓവറോൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണ്, ഇത് 2 പാർട്ടുകളിലായിട്ടാണ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിം നടക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് എവിടെയാണ്? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് നടക്കുന്നത് ലഡാക്ക്. ഫസ്റ്റ് ആണ്. ഫസ്റ്റ് പാർട്ട് ലഡാക്കിലും സെക്കൻഡ് പാർട്ട് ഗുൽമാർഗിലും. സെക്കൻഡ് പാർട്ട് ഗുൽമാർഗ്, ജമ്മു ആൻഡ് കാശ്മീരിലുമാണ് നടക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ, അതായത് ലഡാക്കില് ഈ ഐസിൽ നടക്കുന്ന മത്സരങ്ങളാണ് ലഡാക്കിൽ ആദ്യം നടക്കുക. മറ്റേ ഐസ് ഹോക്കി, ഐസ് സ്കേറ്റിംഗ് മുതലായ മത്സരങ്ങൾ. ഇനി സെക്കൻഡ് പാർട്ട് നടക്കുന്നത് ഗുൽമാർഗ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ആൽപൈൻ സ്കീയിങ്, നോഡി സ്കീയിങ്, സ്കീ മൗണ്ടനറിംഗ്, സ്നോ ബോർഡിംഗ് മുതലായ മത്സരങ്ങളാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ മഞ്ഞിൽ നടക്കുന്നത്. സോ അത് പിന്നീട് ഗുൽമാർഗിലാണ് നടക്കുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആർമിക്കാണ് ഫസ്റ്റ് പൊസിഷൻ, ഹിമാചൽ പ്രദേശ് സെക്കൻഡ്, ലഡാക്ക് തേർഡ് പൊസിഷൻ ആണ് വരുന്നത്. ആർമിക്ക് 18 മെഡൽ, ഹിമാചൽ പ്രദേശിന് 18, ലഡാക്കിന് 18. ഇവിടെ നോക്കുകയാണെങ്കിൽ സിൽവർ എല്ലാവർക്കും സെയിം ആണ് അല്ലെ? സിൽവർ എല്ലാവർക്കും സെയിം ആണ്. ആർമിക്ക് 7 ഗോൾഡ്, 6 ബ്രോൺസ്. ഇത് നേരെ ഹിമാചൽ പ്രദേശിനാണെങ്കിൽ ആർമിന് നേരെ ഉൾട്ട, 6 ഗോൾഡ്, 7 ബ്രോൺസ്. ലഡാക്കിന് 3 ഗോൾഡ്, 5 ബ്രോൺസ്. നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്ടും ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിമും നടന്നിട്ടുണ്ടായിരുന്നു. ഈ 2 ഗെയിമുകളിലും മെസ്കോട്ട് ആരാണ്, വിന്നർ ആരാണ്, വെന്യൂ എവിടെയാണ്? 2 ഗെയിമിന്റെ കാര്യത്തിലും മെസ്കോട്ട്, വിന്നർ ആൻഡ് വെന്യൂ കമന്റ് ചെയ്യുക. അറിയുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യുക. അറിയാത്തവര് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യുക. നിങ്ങൾ ഇത് 2 ഞാൻ വെക്കാത്തത് മനഃപൂർവ്വമാണ്. കാരണം നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ പിന്നെ ജീവിതത്തിൽ മറക്കില്ല. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അറിയുന്നവർ അപ്പം കമന്റ് ചെയ്യുക, അറിയാത്തവർ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് രഞ്ജി ട്രോഫി 2025 വിദർഭയാണ് ചാമ്പ്യൻ, റണ്ണേഴ്സ് അപ്പ് കേരളയാണ്. നെക്സ്റ്റ് നമ്മുടെ 2025 കബഡി വേൾഡ് കപ്പ് ഹോസ്റ്റ് കൺട്രി ഇംഗ്ലണ്ട് ആണ്. മെൻസ് ചാമ്പ്യൻസ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ട് ആണ്. കബഡി വേൾഡ് കപ്പില്
മെൻസ് കാറ്റഗറി ആണെങ്കിലും വുമൻസ് കാറ്റഗറി ആണെങ്കിലും ഇന്ത്യയാണ് വിന്നർ. 2 ടീമുകളും ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? ഇംഗ്ലണ്ടിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. മെൻസ് കാറ്റഗറി ആണെങ്കിലും വുമൻസ് കാറ്റഗറി ആണെങ്കിലും ഇംഗ്ലണ്ടിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയാണ് വിന്നർ എന്ന് പറയുന്നത്. ഇനി 38ാമത് നാഷണൽ ഗെയിംസ്. 38ാമത് നാഷണൽ ഗെയിംസിന്റെ ഹോസ്റ്റ് സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. മൗലിയാണ് മസ്കോട്ട്. ഹിമാലയൻ മൊനാൽ എന്നറിയപ്പെടുന്ന മൗലിയാണ് മസ്കോട്ട് എന്ന് പറയുന്നത്. സങ്കൽപ് സേ ശിഖർ തക് ഫ്രം റെസല്യൂഷൻ ടു സെനിത്ത് എന്നുള്ളതാണ് ഇതിന്റെ ടാഗ് ലൈൻ വരുന്നത്. തേജസ്വിനിയാണ് എന്തെന്ന് പറയുന്നത് ഒഫീഷ്യൽ ടോർച്ച്. ഇപ്പൊ നാഷണൽ ഗെയിംസിന്റെ മെഡൽ ടാലിയില് ഫസ്റ്റ് പൊസിഷനിൽ സർവീസസ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് ഹരിയാന. ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിലും ഇപ്രാവശ്യം നോക്കുകയാണെങ്കിലും തേർഡ് പൊസിഷൻ ഹരിയാനയ്ക്കാണ്. 37ാമത് ഗോവയിലാണ് നടന്നത് നാഷണൽ ഗെയിംസ്. 37ാമത്തെ നാഷണൽ ഗെയിംസ് നോക്കുകയാണെങ്കിലും 38ാമത്തെ നോക്കുകയാണെങ്കിലും തേർഡ് പൊസിഷൻ ഹരിയാനയ്ക്കാണ്. 37ാമത്തെ നാഷണൽ ഗെയിംസിൽ ഫസ്റ്റ് പൊസിഷൻ മഹാരാഷ്ട്രയ്ക്കും സെക്കൻഡ് സർവീസസിനുമായിരുന്നു. സോ ഇപ്രാവശ്യം എന്തായി? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. 38ാമത് നാഷണൽ ഗെയിംസ് ആയപ്പോൾ ഫസ്റ്റ് പ്രൈസ് സർവീസസിനും സെക്കൻഡ് പ്രൈസ് മഹാരാഷ്ട്രയ്ക്കുമായി. ഓക്കെ, അത് ആലോചിച്ച് വെക്കുക. ഓക്കെ, റെഡി? ഇനി രാജബലീന്ദ്ര സിംഗ് ട്രോഫി ഉണ്ട്. നാഷണൽ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ നേടുന്ന ടീമിനാണ് രാജബലീന്ദ്ര സിംഗ് ട്രോഫി ലഭിക്കുന്നത്. സോ നാഷണൽ ഗെയിംസിൽ അത് ലഭിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ്. നാഷണൽ ഗെയിംസിൽ 37ാമത്തേൽ ലഭിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ്. 38ാമത് നാഷണൽ ഗെയിംസിൽ ലഭിച്ചത് സർവീസസിനാണ് കേട്ടോ, രാജബലീന്ദ്ര സിംഗ് ട്രോഫി. ഇത് പിന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. നമ്മുടെ ഗ്രാൻഡ് സ്ലാമുമായി ബന്ധപ്പെട്ട അവരുടെ ഗ്രാൻഡ് സ്ലാം കണ്ടക്ട് ചെയ്യുന്ന കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യം നടക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനുവരി മാസത്തിലാണ് നടക്കുക. ഹാർഡ് കോർട്ടിലാണ് മത്സരം നടക്കുക. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത് ക്ലേ കോർട്ടിലാണ് നടക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റെഡ് ക്ലേ കോർട്ടിലാണ് മെയ് ജൂൺ മാസങ്ങളിലായി ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്. പിന്നീട് ജൂൺ ജൂലൈ മാസങ്ങളിലായി ഗ്രാസ് കോർട്ടിലാണ് വിംബിൾഡൺ നടക്കുക. US ഓപ്പൺ നടക്കുന്നതും ഹാർഡ് കോർട്ടിലാണ്. സോ US ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും ഹാർഡ് കോർട്ടിലും ഫ്രഞ്ച് ഓപ്പൺ ക്ലേ കോർട്ടിലും വിംബിൾഡൺ ഗ്രാസ് കോർട്ടിലുമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഒരു വർഷത്തിൽ എന്ത് നടക്കും? 4 ഗ്രാൻഡ് സ്ലാം ടൈറ്റിലുകളും ഈ പറഞ്ഞ വർഷങ്ങളിലായിട്ട് നടക്കും. ഓക്കെ, ഏറ്റവും അവസാനമായി വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. 32ാമത്തെ എഡിഷൻ കഴിഞ്ഞു. വിന്നർ എന്ന് പറയുന്നത് കർണാടകയാണ്. റണ്ണേഴ്സ് അപ്പ് വിദർഭയാണ്. സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പോർട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതേപോലെ ഏത് ടോപ്പിക്കാണ് ഇതിന്റെ വീഡിയോ വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ, സീ യു.